യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നെസ് ടി വിയുടെ ബൈബിളിലെ സാമൂഹ്യ ദർശനം എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പുതിയ നിയമത്തിലെ സാമൂഹ്യ ദർശനത്തെക്കുറിച്ചാണ്. യേശുവിൻ്റെ സാമൂഹ്യ ദർശനം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ദർശനമാണ്. ആരെയും അകറ്റി നിർത്താത്ത അവനായിരുന്നു യേശു. നമ്മൾ ആ നിലയിൽ വിജാതീയരെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഓരോ വിഭാഗങ്ങളെയും നമ്മളെടുത്ത് ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ്. നമ്മൾ ഇന്ന് ഇക്കാര്യങ്ങളെല്ലാം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ള നമ്മുടെ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വിജാതീയരുടെ കാര്യങ്ങൾ പറയുമ്പോൾ സമരിയക്കാരെ കുറിച്ചാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ നമുക്കിനി അടുത്തത് എന്താണ് അടുത്ത വിഭാഗം? പുതിയ നിയമത്തിലെ സാമൂഹ്യ ദർശനത്തിൻ്റെ പ്രത്യേകത എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹ്യ ദർശനമാണ്. യഹൂദര് പ്രത്യേകിച്ച് മാറ്റി നിർത്തിയിരുന്ന എല്ലാ വിഭാഗങ്ങളെയും യേശു കൂടെ ചേർത്തു. അവിടുന്ന് സാർവത്രിക രക്ഷകനാണെന്ന് വെളിപ്പെടുത്തി. അങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്ത് വിജാതീയരെ ഉൾക്കൊള്ളുന്ന, സമരിയാക്കാരെ ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹ്യ ദർശനം, അവരെയും രക്ഷിക്കുവാനായിട്ടാണ് താൻ വന്നിരിക്കുന്നതെന്ന് അവിടുന്ന് വെളിപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സുവിശേഷങ്ങളെ കൂടാതെ തന്നെ മറ്റ് പുതിയ നിയമഗ്രന്ഥങ്ങളും ഈ കാര്യം, ഈ വിശാലമായിട്ടുള്ള വീക്ഷണം വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇന്ന് നമുക്ക് പുതിയ നിയമത്തിൽ യഹൂദരെ മാറ്റി നിർത്തിയിരുന്ന മറ്റൊരു വിഭാഗമാണ് സ്ത്രീകൾ. അവരോടുള്ള സമീപനം, യേശുക്രിസ്തുവിൻ്റെ സമീപനം, അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ മറ്റ് ഗ്രന്ഥങ്ങളിൽ കാണുന്ന, സുവിശേഷങ്ങൾ കൂടാതെ മറ്റ് ഗ്രന്ഥങ്ങളിൽ കാണുന്ന ആ ദർശനം എന്താണ്, വെളിപ്പെടുന്ന ദർശനം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് യഹൂദര് മാറ്റി നിർത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ പരിഗണന നൽകാതെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ. അത് യഹൂദ സമൂഹത്തിൽ തന്നെയുള്ള സ്ത്രീകൾ, ആ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ. അവരവരുടെ കുടുംബങ്ങളിലും അവരുടെ സമൂഹത്തിലും പരിഗണന ലഭിക്കാത്ത ഒരു വിഭാഗമാണ്. അതിൻ്റെ കാരണം എന്തായിരിക്കണം? ഇങ്ങനെ ഈ സ്ത്രീകളോട് ഇങ്ങനെ അവഗണന കാണിക്കാനായിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ? അതായത് അങ്ങനെ അവഗണന എന്ന് പറയുമ്പോഴത്തേക്കും അവർ സ്ത്രീകളെ രണ്ടാം കിട പൗരരായിട്ടാണ് കണക്കുന്നത്. അവഗണിക്കുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പുരുഷന്മാരുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ തുല്യത അവർക്ക് കൊടുത്തിരുന്നില്ല എന്നുള്ളത്. വേണ്ടത്ര പരിഗണന, തുല്യത. പക്ഷെ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യം, സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം തന്നെ സ്നേഹത്തിനും ബഹുമാനത്തിനും തുല്യതയ്ക്കും അവകാശികളാണെന്നുള്ള ഒരു കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്. അവരെ മാറ്റി നിർത്തേണ്ടതല്ല എന്നുള്ളതാണ്. യഹൂദ സമുദായത്തിൽ അവർ ഒരു താഴ്ന്ന, പുരുഷനേക്കാളും എത്രയോ താഴ്ന്നവരാണ് എന്നുള്ള ഒരു ചിന്തയാണ് അവർക്കുണ്ടായിരുന്നത്. അത് പഴയ നിയമത്തിലെ ചില പുസ്തകങ്ങളിലും ചില ഗ്രന്ഥങ്ങളിലും ഇത് തന്നെ കാണുന്നുണ്ട്. അതൊരു സാമൂഹ്യ പശ്ചാത്തലം, ആ സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് യഹൂദർ ജീവിച്ചിരുന്നത്. ഉദാഹരണമായിട്ട് ലേവ്യരുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, സ്ത്രീകൾ അവർ ചില സമയങ്ങളിൽ അശുദ്ധരാണ്. ഉദാഹരണമായിട്ട്
12-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തതിന് ശേഷം നിശ്ചിത ദിവസങ്ങളിലേക്ക് അവർ അശുദ്ധരാണ്. അതൊരു ആൺകുഞ്ഞിനാണ് ജന്മം കൊടുക്കുന്നതെങ്കിൽ ഇത്ര ദിവസത്തേക്ക്, ഒരു പെൺകുഞ്ഞിനാണ് ജന്മം കൊടുക്കുന്നതെങ്കിൽ അതിൽ കൂടുതൽ ദിവസങ്ങളിലേക്ക്. അപ്പോൾ ഇത് തന്നെ നമുക്ക് സ്ത്രീകളോടുള്ള വിഭാഗീയത. ഒരു പെൺകുഞ്ഞിനാണ് ജന്മം കൊടുക്കുന്നതെങ്കിൽ അവൾ കൂടുതൽ ദിവസത്തേക്ക് അശുദ്ധയാകും എന്നാണ് നിയമം. സാറൊന്ന് വായിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് 12-ാം അധ്യായം 2-ാമത്തെ വാക്യവും 12-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഗർഭം ധരിച്ച് ആൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ ഋതുകാലത്തെന്ന പോലെ 7 ദിവസത്തേക്ക് അശുദ്ധയായിരിക്കും. 7 ദിവസത്തേക്ക് ഒരു ആൺകുഞ്ഞിനെയാണ് പ്രസവിക്കുന്നതെങ്കിൽ ആ സ്ത്രീ 7 ദിവസത്തേക്ക് അശുദ്ധയായിരിക്കും. തുടർന്ന് 3ഉം 4ഉം കൂടെ വായിക്കുക സാറ്. 8-ാം ദിവസം കുട്ടിയെ പരിച്ഛേദന ചെയ്യണം. പിന്നെ രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനായി അവൾ 33 ദിവസം കാത്തിരിക്കണം. അപ്പോൾ 33 ദിവസം ആൺകുഞ്ഞിനെയാണ് പ്രസവിക്കുന്നതെങ്കിൽ 33 ദിവസം എന്തിനാണ്? രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനായിട്ട് അവൾ കാത്തിരിക്കണം. ശുദ്ധീകരണ ദിവസങ്ങൾ കഴിയുന്നതുവരെ വിശുദ്ധ വസ്തുക്കൾ സ്പർശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയരുത്. അതൊരു ആൺകുഞ്ഞിനാണ് ജന്മം കൊടുക്കുന്നതെങ്കിൽ 7 ദിവസത്തേക്ക് അവൾ അശുദ്ധിയായിരിക്കും. പിന്നീട് 33 ദിവസത്തേക്ക് രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിന് ഉള്ള സമയം വരെ അശുദ്ധിയായിരിക്കും എന്ന് പറയുകയാണ്. അപ്പം 33ഉം 7ഉം 40 ദിവസം അവൾ അശുദ്ധിയായിരിക്കും. ഇനി 5-ാമത്തെ വാക്യം പറയുന്നത് ഒരു പെൺകുഞ്ഞിനാണ് ജന്മം കൊടുക്കുന്നതെങ്കിൽ എങ്ങനെയാണെന്നുള്ള കാര്യമാണ്. എന്നാൽ പെൺകുഞ്ഞിനെയാണ് പ്രസവിക്കുന്നതെങ്കിൽ ഋതുകാലത്തെന്ന പോലെ 2 ആഴ്ചത്തേക്ക് അവൾ അശുദ്ധിയായിരിക്കും. 14 ദിവസത്തേക്ക് അവൾ അശുദ്ധിയായിരിക്കും. ഒരു ആൺകുഞ്ഞിനാണ് ജന്മം കൊടുക്കുന്നതെങ്കിൽ ഋതുകാലത്തെ പോലെ അവൾ 7 ദിവസത്തേക്കാണ്. ഇത് 14 ദിവസത്തേക്ക് 2 ആഴ്ചത്തേക്ക് അവൾ അശുദ്ധിയായി ഇരട്ടിയായി. പിന്നെ രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനായി 66 ദിവസം കാത്തിരിക്കണം. 66. മറ്റേ ആൺകുഞ്ഞിനാണ് ജന്മം കൊടുക്കുന്നത് എത്ര ദിവസമാണ്? 33. അവിടെ ഇരട്ടി 40ഉം 80ഉം ദിവസത്തേക്ക് അവൾ അശുദ്ധിയായിരിക്കും. ആൺകുഞ്ഞിനാണെങ്കിൽ 40 ദിവസത്തേക്കും പെൺകുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ 80 ദിവസത്തേക്കും അവൾ അശുദ്ധിയായിരിക്കും. അപ്പം തന്നെ ഏതാണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ ഒരു വളരെയുള്ള വ്യത്യാസം നമുക്ക് കാണാം. അപ്പോൾ ഈ സ്ത്രീകൾ യഹൂദ സമുദായത്തിൽ കുടുംബത്തിനുള്ളിൽ കഴിയേണ്ടവരാണ് എന്നുള്ള ഒരു ചിന്ത അത് രൂഢമൂലമായിരുന്നു. അത് ബാല്യത്തിൽ അവർ ശൈശവത്തിൽ പിതാക്കന്മാരുടെ കീഴിലും വിവാഹത്തിന് ശേഷം ഭർത്താക്കന്മാരുടെ കീഴിലും അവർ കഴിയണം. പുത്രന്മാർക്കുള്ളതുപോലെ ഉള്ള അവകാശം പുത്രിമാർക്ക് ഉണ്ടായിരുന്നില്ല. അവകാശം മാത്രമല്ല, സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അടിമയെപ്പോലെയല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് അത് രീതിയായതുകൊണ്ട് ആ സ്ത്രീകൾ അംഗീകരിച്ചിരുന്നു. പൊതുവെ സമൂഹം അത് വലിയ തെറ്റില്ല എന്നൊക്കെ കരുതിയിരുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് അന്നത്തെ നടപടിക്രമമാണ്. സ്വാതന്ത്ര്യമില്ലായിരുന്നു. അതായത് മാതാപിതാക്കന്മാരുടെ, പ്രത്യേകിച്ച് പിതാക്കന്മാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കാനായിട്ട് ശൈശവത്തിൽ ഓരോ പുത്രിയും കടപ്പെട്ടിരുന്നു. വിവാഹിതയായി കഴിയുമ്പോഴത്തേക്കും ഭർത്താക്കന്മാരുടെ നിർദ്ദേശമനുസരിച്ച് അവർ ജീവിക്കണം. അപ്പം ഉത്തരവാദിത്വം എന്താണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കുടുംബത്തിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക, ഭർത്താവിനെ ശുശ്രൂഷിക്കുക, കുടുംബത്തിലെ ജോലികളൊക്കെ ചെയ്യുക, നിർവഹിക്കുക എന്നുള്ളതാണ്. ഇതാണ് കുടുംബത്തിൽ അവളുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത്. ഇനി സമൂഹത്തിൽ എന്താണ് അവളുടെ സ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്ക് സമൂഹത്തിൽ അവൾ പൊതുവെ പ്രത്യക്ഷപ്പെടാനായിട്ട് പാടില്ല. തനിയെ പ്രത്യക്ഷപ്പെടാനായിട്ട് ഒരിക്കലും പാടില്ല. വീടിന് പുറത്ത്, അത് സ്വന്തം സ്ഥലത്ത് തന്നെ, സ്വന്തം പറമ്പിൽ തന്നെ തനിയെ ജോലി ചെയ്യാനായിട്ട് അവൾക്ക് അനുവാദമില്ല. ഒന്നുകിൽ കൂടെ ഭർത്താവ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മകനുണ്ടായിരിക്കണം അപ്പോൾ അവരുടെ മുമ്പിൽ. ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അവൾ ശിരോവസ്ത്രം മാത്രമല്ല ധരിക്കേണ്ടത്, മൂടുപടം കൂടി, അവളുടെ മുഖം മറയ്ക്കുന്ന, അവൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ജീവിക്കുന്ന തരത്തിൽ മൂടുപടം ധരിച്ചു കൊണ്ട് വേണം പോകാനായിട്ട്.
മറ്റു പുരുഷന്മാരുമായിട്ട് അന്യപുരുഷന്മാരുമായിട്ട് സംസാരിക്കാനായിട്ട് പാടില്ല. അത് കർശനമായിട്ട് വിലക്കിയിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു നിയമമാണ് സമൂഹത്തിലേക്ക് വരുമ്പോഴത്തേക്കും. ഇനി മതപരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും പുരുഷന്മാർക്കുള്ള അവകാശങ്ങൾ അവൾക്കില്ല. അതായത് അവളെ നിയമം തോറ പഠിപ്പിക്കാനായിട്ട് പാടില്ല. റബിമാർ പറയും അവരെ നിയമം പഠിപ്പിക്കാനായിട്ട് അനുവാദമില്ല, അവരെ പഠിപ്പിക്കാൻ പാടില്ല. പുരുഷന്മാരെല്ലാ ദിവസവും ചെല്ലേണ്ട ക്ഷേമ പ്രാർത്ഥന, ഇസ്രായേലെ കേൾക്കുക എന്ന് തുടങ്ങുന്ന അത് എല്ലാ പുരുഷന്മാരും ദിവസവും ചെല്ലേണ്ട പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ചൊല്ലാനായിട്ട് അവൾ കടപ്പെട്ടിരുന്നില്ല. അതുപോലെ തന്നെ പുരുഷന്മാർ, പ്രായപൂർത്തിയായിട്ടുള്ള പുരുഷന്മാർ ജെറൂസലം ദേവാലയത്തിലേക്ക് പിൽഗ്രിമേജ് നടത്തണം, തീർത്ഥാടനം നടത്തണം. അതിൽ നിന്നും അവൾക്ക് ഒഴിവ് ലഭിച്ചിരുന്നു. അതുപോലെ ജെറൂസലം ദേവാലയത്തിൽ തന്നെ സ്ത്രീകൾക്കായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതിനപ്പുറത്തേക്ക് കടക്കാനായിട്ട് പാടില്ല. സിനഗോഗിൽ പ്രവേശിക്കാൻ പറ്റും. സിനഗോഗിൽ പ്രവേശിക്കാം, പക്ഷേ സിനഗോഗിൽ തന്നെ സ്ത്രീകൾക്കായിട്ട് സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെ മതപരമായിട്ടുള്ള കാര്യത്തിൽ പോലും വിവേചന ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, സമൂഹത്തിൽ മതപരമായിട്ട് തന്നെ നോക്കുമ്പോഴത്തേക്കും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹമോചനത്തെ സംബന്ധിച്ച് തന്നെ ഒരു നിയമത്തിൽ വ്യത്യാസമുണ്ട്. വിവാഹമോചനം പുരുഷൻ്റെ അവകാശമാണ്, സ്ത്രീയുടെ അവകാശമല്ല. പുരുഷന് വിവാഹമോചനം ആവശ്യപ്പെടാന്നല്ല, വിവാഹമോചനം നടത്താം. സ്ത്രീകൾക്ക് പാടില്ല. അതിൽ തന്നെ ഒരു കാര്യം, ഈ നിയമാവർത്തനത്തിൻ്റെ വെളിച്ചത്തിൽ എന്തെങ്കിലും പുരുഷന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, ഭാര്യ ചെയ്തു കഴിഞ്ഞാൽ അവളെ വിവാഹമോചനം നടത്തുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു തടസ്സവും ഇല്ല എന്നുള്ളതാണ്. എന്തെങ്കിലും അസ്വീകാര്യമായിട്ടുള്ളത്, ഹീബ്രുവിലെ എർബത്ത് ദാബാർ, എന്തെങ്കിലും അൺപ്ലസൻ്റ് ആയിട്ടുള്ള, പ്ലീസിങ് അല്ലാത്ത എന്തെങ്കിലും, അതിന് തന്നെ വിശദീകരണമുണ്ട്. 2 വിഭാഗം സ്കൂളുകളുണ്ട്, 2 തരത്തിലുള്ള ചിന്തയുണ്ട്, അതിനുള്ള ഇൻ്റർപ്രട്ടേഷൻ, അതിനുള്ള കമൻട്രി. എന്താണ് അസ്വീകാര്യമായിട്ടുള്ളത്, അത്ര പ്ലസൻ്റ് അല്ലാത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു വിഭാഗം പറയും, പ്രത്യേകിച്ച് ഹില്ലേൽ എന്ന് പറയുന്ന റബിയുടെ സ്കൂളിൽ അത് ഫോളോ ചെയ്യുന്നവർ പറയും, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്ന ആൾക്കാർ പറയും, നിങ്ങൾക്കുണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് രുചികരമല്ലാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവളെ ഉപേക്ഷിക്കാം, മൊഴിചൊല്ലാം. അതുമല്ലെന്നുണ്ടെങ്കിൽ അവളുടെ ശബ്ദം സംസാരിക്കുമ്പോൾ ഉയരുകയും അത് അടുത്ത വീട്ടിൽ കേൾക്കത്തക്ക വിധത്തിൽ ഉയരുകയും ചെയ്തു കഴിഞ്ഞാൽ ഉപേക്ഷിക്കാം. അതേസമയം വേറൊരു സ്കൂള് ഷമായി എന്ന് പറയുന്ന റബിയുടെ അഭിപ്രായം സ്വീകരിക്കുന്ന ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്. ഷമായി പറയും, നിസാര കാര്യങ്ങൾക്കായിട്ട് അവളെ ഉപേക്ഷിക്കാനായിട്ട് പാടില്ല, അവൾ അവിശ്വസ്തയാണെന്ന് തെളിയുകയാണെന്നുണ്ടെങ്കിൽ അവളെ ഉപേക്ഷിക്കാം. അപ്പം പറഞ്ഞു വരിക, ഈ വിവാഹമോചനം എന്ന് പറയുന്നത് അത് പുരുഷൻ്റെ അവകാശമാണ്, അത് സ്ത്രീയുടെ അവകാശമല്ല. അപ്പം ഇങ്ങനെ അതുപോലെ തന്നെ അവൾക്ക് സ്വന്തമായിട്ടൊന്നും സമ്പാദിക്കാനായിട്ട് പാടില്ല, അവൾക്ക് പുത്രന്മാരുടെ അവകാശമൊന്നും കുടുംബസ്വത്തിലൊന്നും അവൾക്കില്ല. അപ്പം ഇങ്ങനെ യഹൂദ സമൂഹത്തിൽ സ്ത്രീകൾ അധികം അംഗീകാരമില്ലാതെ, പിതൃസ്വത്തിൽ അവകാശമില്ല. അപ്പം ഇങ്ങനെ ഒരു തുല്യത ഇല്ലാത്ത ഇങ്ങനെ ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ യഹൂദ സമുദായത്തിൽ സ്ത്രീകൾ. അപ്പം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം, ഈ ചിന്തയുടെ ഈ ചരിത്ര പശ്ചാത്തലത്തിൽ വേണം യേശുക്രിസ്തുവിന് അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ സ്ത്രീകളുള്ള സമീപനം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളൊരു കാര്യം. ഇപ്പം പുതിയ നിയമത്തിലേക്ക് നമ്മൾ സുവിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിന് സ്ത്രീകളോടുള്ള സമീപനം എന്ന് പറയുന്നത് വിപ്ലവകരമായിട്ടുള്ളൊരു സമീപനമായിരുന്നു. അതിൽ ഒന്ന് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സ്ത്രീകളെ തൻ്റെ ശിഷ്യത്വത്തിലേക്ക് തന്നെ അനുഗമിക്കാനായിട്ട് അവിടുന്ന് അനുവദിച്ചു എന്നുള്ളൊരു കാര്യമാണ്. സാധാരണഗതിയിൽ ശിഷ്യന്മാരായിട്ട് യഹൂദ സമുദായത്തിൽ സ്ത്രീകളെ ഒരിക്കലും ശിഷ്യരായിട്ട് സ്വീകരിക്കുന്നില്ല, റബിമാർ സ്ത്രീകളെ പഠിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ
സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നൊരു കാര്യം, യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണമായിട്ട് ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അതിനുശേഷം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. അതൊരു സമ്മറി സ്റ്റേറ്റ്മെന്റ് ആണ്. ഗലീലയിലെ യേശുവിൻ്റെ പ്രവർത്തനത്തിന്റെ രത്ന ചുരുക്കമാണ് ആ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. 12 പേരും അവനോടുകൂടി ഉണ്ടായിരുന്നു. അവനോടുകൂടി ഉണ്ടായിരുന്നു 12 അപ്പസ്തോലന്മാര്. അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലേന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹെരോദേസിന്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവന്നയും സൂസന്നയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. നോക്കുക, അപ്പൊ സ്ത്രീകളുടെ പേരെല്ലാം പറഞ്ഞതിന് ശേഷം ഈ 12 പേരോടൊപ്പം യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേർന്നു, അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ സ്വീകരിക്കുകയാണ്, ശിഷ്യത്വത്തിലേക്ക് തന്നെ സ്വീകരിക്കുന്നു. അത് പ്രത്യേകിച്ച് 15-ാം അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 40-41 തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണത്തോടുകൂടി ക്രൂശിൻ ചുവട്ടിൽ നിൽക്കുന്ന സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. 15, 40, 41. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറെ സ്ത്രീകളും നിന്നിരുന്നു. മഗ്ദലേന മറിയവും യോസയുടെയും ചെറിയ യാക്കോബിൻ്റെയും അമ്മയായ മറിയവും സലോമിയും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. യേശു ഗലീലയിലായിരുന്നപ്പോൾ അവനെ അനുഗമിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തവരാണിവർ. കൂടാതെ അവരോടുകൂടെ ജെറുസലേമിലേക്ക് വന്ന മറ്റനവധി സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു. ജെറുസലേമിലേക്ക് വന്ന, ഗലീലിയയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശുക്രിസ്തുവിനോടൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീകൾ. അപ്പോൾ സ്ത്രീകളെക്കുറിച്ചാണ് ഇവിടെ കൂടുതൽ പറയുന്നത്, അവിടുത്തെ അനുഗമിക്കുന്ന സ്ത്രീകൾ. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പാരമ്പര്യം ലംഘിച്ചുകൊണ്ടുള്ള ഒരു മനോഭാവം ആണ് യേശു പ്രകടിപ്പിച്ചത്. അപ്പോൾ അവരെ സ്വീകരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ അവരോട് സംസാരിക്കുന്നു. സമറിയക്കാരി സ്ത്രീകളോട് ഒരു റബി പൊതുസ്ഥലത്ത് വെച്ച് സംസാരിക്കില്ല ഒരിക്കലും. അപ്പം അത് ലംഘിക്കുകയാണ്, ആ ഒരു നിയമം ലംഘിക്കുകയാണ്. അത് ഇവർക്ക് പോലും, ശിഷ്യന്മാർക്ക് പോലും ഒരു അത്ഭുതമായിട്ടാണ് അവർ അത്ഭുതപ്പെട്ടു എന്നാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, അത്ഭുതപ്പെട്ടു. അതായത് യേശു സമറിയക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെടുകയാണ്. ഇനി കർത്താവിൻ്റെ വചനം കേട്ട് അവിടുത്തെ പാദത്തെങ്കിൽ ഇരിക്കുന്ന മറിയത്തെക്കുറിച്ച് നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. 10-ാം അധ്യായത്തിൽ 10-ാം അധ്യായം 39-ാമത്തെ സഹോദരി. അതെ, മറിയത്തെക്കുറിച്ച് ആണ് നമ്മൾ കാണുന്നത്. അത് പാദത്തെങ്കിൽ ഇരുന്നെന്നാണ് പറയുക. അപ്പോൾ ഒരു റബിയുടെ പാദത്തെങ്കിൽ ഇരിക്കുക എന്ന് പറയുന്നത് പഠിക്കാനായിട്ടുള്ള ഇരിപ്പാണ്. അപ്പം തോറ പഠിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ ഈശോ സ്ത്രീകളെ ഇവിടെ തോറ നിയമം പഠിപ്പിക്കുകയാണ്. അപ്പം ശിഷ്യത്വത്തിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ് അർത്ഥം വന്നിരിക്കുന്നത്. അപ്പം യഹൂദ ആ പാരമ്പര്യങ്ങളെ അവിടുന്ന് മാറ്റി എഴുതുകയാണ്. വിഭാഗീയത, ഇവരെ മാറ്റി നിർത്തുന്ന ഒരു വിഭാഗത്തെ കർത്താവ് സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എത്രയോ സ്ത്രീകളാണ്, പ്രത്യേകിച്ച് ഉദാഹരണമായിട്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു സ്ത്രീ, ഒരു പാപിനിയായ സ്ത്രീ, യേശു ഫരിസേയൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്ന സമയത്ത്, ഫരിസേയൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്ന സമയത്ത് യേശു അവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് ഒരു പാപിനിയായ സ്ത്രീ ആ ഭവനത്തിലേക്ക് വരികയാണെന്ന് ഓർക്കണം. സുഗന്ധതൈലവുമായിട്ട് വരികയാണ്. അപ്പം ഇങ്ങനെ സ്ത്രീകൾ സ്വാതന്ത്ര്യത്തോടുകൂടി, ഒരിക്കലും ഈ പറയുന്ന ഇങ്ങനെയുള്ള റബിമാരുടെ അടുത്തേക്ക് ഒരിക്കലും പോകാത്ത, അങ്ങനെ നിയമം അനുവദിക്കാത്ത, ഇപ്പം ക്രിസ്തു നൽകുന്ന ഒരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് തന്നെയാണ് ആ സ്ത്രീ അവിടെ വരുന്നത്. അപ്പം അവളൊരു മാതൃകയായിട്ട് തന്നെയാണ് ഫരിസേയൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നെന്ന് ഓർക്കണം. അങ്ങനെ നോക്കുമ്പോൾ സ്ത്രീകളെ മാതൃകകളായിട്ട് അവതരിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് സംഭവങ്ങൾ. മറിയം, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ലൂക്കായുടെ സുവിശേഷത്തിൽ ഒരു മാതൃകയാണ്. എന്താണ്? കർത്താവിനെ വചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി.
അതുപോലെ തന്നെ മഗ്ദലന മറിയത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്കും നോക്കുക, അവളും ഒരു മാതൃകയാണ്. കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം അവൾ കർത്താവിനെ അനുഗമിക്കുന്നു. ഉത്ഥാനം ചെയ്ത ക്രിസ്തു ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് മഗ്ദലേന. അതെ, മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെടുകയും അവൾക്കൊരു പ്രേക്ഷിത ദൗത്യം നൽകുകയും ചെയ്യുന്നൊരു കാര്യമുണ്ട്. അപ്പം ഇങ്ങനെ സ്ത്രീകൾ മാതൃകകളായിട്ടാണ്. ലൂക്കായുടെ സുവിശേഷത്തിലെ ആദ്യത്തെ 2 അധ്യായങ്ങളിൽ എത്രയോ സ്ത്രീകളെക്കുറിച്ചാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് എലിസബത്ത്, അത് മാതൃകയായിട്ടുള്ളൊരിതാണ്. 2 പേരും സക്കറിയായും എലിസബത്തും ദൈവസന്നദ്ധിയിൽ കുറ്റമറ്റ നീതിമാന്മാരും കുറ്റമറ്റ വിധം ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചിരുന്നവരുമാണ്. അപ്പോൾ പിന്നെ മറിയം, പിന്നെ അന്ന. അപ്പം ഇങ്ങനെ ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ കാണുന്ന സ്ത്രീകൾ മാതൃകകളായിട്ട് ജീവിച്ചിരുന്ന സ്ത്രീകളാണ്. അപ്പോൾ യേശുവിൻ്റെ പ്രബോധനം, ഉദാഹരണമായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന വിവാഹ മോചനം പുരുഷന്മാർക്കുള്ളൊരു അവകാശമായിട്ട് പരിഗണിക്കുമ്പോൾ യേശുക്രിസ്തു വിവാഹ മോചനം സാധ്യമല്ലെന്ന് പറയുകയാണ്. വിവാഹ ജീവിതത്തിൻ്റെ വിശുദ്ധിയെയും അവിഭാജ്യതയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവിടുന്ന് വിവാഹമോചനം വിലക്കുകയാണ്. അതിനല്ല കല്ലെറിയാൻ കൊണ്ടുവന്ന സ്ത്രീയെ കർത്താവ് അതെ അവളെ അതെ അതിനകത്ത് മോചിപ്പിക്കുന്നത്. പാപമില്ലാത്തവൻ പാപമില്ലാത്തവനെ കല്ലെറിയട്ടെ എന്ന് പറയാണ്. അപ്പം പുരുഷൻ്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ഉപേക്ഷിക്കാവുന്നതല്ല സ്ത്രീ എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ഈ സംഭവങ്ങൾ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ സമീപനത്തിൽ, വിപ്ലവകരമായിട്ടുള്ള സമീപനത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ മാതൃകയെ ചുവട് പിടിച്ചുകൊണ്ടാണ് ആദിമസഭയിൽ സ്ത്രീകളെ പരിഗണിച്ചിരുന്നു എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദിമസഭയുടെ വളർച്ചയിൽ സ്ത്രീകൾ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിരുന്നു എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അപ്പസ്തോല പ്രവർത്തനത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ 13-14 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പസ്തോലന്മാർ പരിശുദ്ധ അമ്മയോടും മറ്റു സ്ത്രീകളോടുമൊപ്പം ഒരുമിച്ച് പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്ന കാര്യം പറയുന്നുണ്ട്. 1 അപ്പസ്തോല പ്രവർത്തനം 1:13-14 സാർ ഒന്ന് വായിക്കാവോ? അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു. അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, പീലിപ്പോസ്, തോമസ്, ബർത്തലോമിയ, മത്തായി, ഹൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ശിമയോൻ, യാക്കോബിൻ്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു. ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടൊപ്പം പ്രാർത്ഥനയിൽ ചെലവഴിച്ചിരുന്നു. അപ്പോൾ ഒരു ന്യൂക്ലിയസ് ആയിട്ടുള്ള ഒരു ചെറിയ സമൂഹമാണ്. ആ ചെറിയ സമൂഹത്തിൽ പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു, മറ്റു സ്ത്രീകളുണ്ടായിരുന്നു, ഒരു കോർ ഗ്രൂപ്പ്. അതെ. അപ്പോൾ അതൊന്നും ഒരിക്കലും യഹൂദരെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്പോൾ വിപ്ലവകരമായിട്ടുള്ള ഒരു സമീപനം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിലും പൗലോസിൻ്റെ ലേഖനങ്ങളിലും സഭയുടെ വളർച്ചയിൽ എത്ര വലിയ പങ്കാണ് സ്ത്രീകൾ വഹിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് റോമർക്കെഴുതിയ ലേഖനം 16-ാമത്തെ അധ്യായം, ഏറ്റവും അവസാനത്തെ അധ്യായമാണ് റോമർക്കെഴുതിയ ലേഖനം 16-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം എത്രയോ സ്ത്രീകളെയാണ് ആ ലേഖനത്തിൽ പരാമർശിക്കുന്നത്. ലേഖനത്തിൻ്റെ അവസാന അധ്യായത്തിൽ ഒരുപാട് വ്യക്തികൾക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കുന്നുണ്ട്. 29 ആളുകളുടെ പേരാണ് ഈ 16-ാമത്തെ അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. അതിൽ 10 പേരും സ്ത്രീകളാണ്. ഈ 10 സ്ത്രീകൾ അവരെല്ലാവരും തന്നെ സഭയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന എങ്ങനെയുള്ള ശുശ്രൂഷയാണെന്ന് പറയുന്നുണ്ട്. 16-ാമത്തെ അധ്യായത്തിൽ 1-2 വാക്യങ്ങളൊന്ന് വായിക്കാവോ സാറ്? കെങ്കറയിലെ സഭയിൽ ശുശ്രൂഷികളായ നമ്മുടെ സഹോദരി ഫോയ്ബയെ നിങ്ങൾക്ക് ഞാൻ ഭരമേൽപ്പിക്കുന്നു. വിശുദ്ധർക്ക് ഉചിതമായ വിധം കർത്താവിൽ നിങ്ങൾ അവളെ സ്വീകരിക്കണം.
അവൾക്ക് ആവശ്യമുള്ള ഏത് കാര്യത്തിലും അവളെ സഹായിക്കണം. എന്തെന്നാൽ അവൾ പലരെയും എന്ന പോലെ എന്നെയും സഹായിച്ചിട്ടുണ്ട്. എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കെങ്കറയിലെ സഭയിൽ ശുശ്രൂഷിക ആയ നമ്മുടെ സഹോദരി ഫൊയ്ബയെ നിങ്ങൾക്ക് ഞാൻ ഫലമേൽപ്പിക്കുന്നു. ശുശ്രൂഷക വാസ്തവത്തിൽ ഒരു ഡീക്കണസ് ആയിരുന്നു ആ സഭയിൽ. അപ്പോൾ അത്രയും ആ സഭയിൽ അവൾക്കൊരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു, ഒരു നേതൃത്വം ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ ഫലമേൽപ്പിച്ചിരിക്കുന്നു, നിങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ ശുശ്രൂഷയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവളെ സഹായിക്കണം. എന്നെ എന്ന പോലെ എന്നെ മാത്രമല്ല പലരെയും അവൾ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് അഭിവാദനങ്ങൾ നൽകുകയാണ്. ഇനി 3-ാമത്തെ വാക്യം തന്നെ നോക്കുക. യേശുക്രിസ്തുവിൽ എൻ്റെ സഹപ്രവർത്തകരായ പ്രിസ്കായ്ക്കും അക്വിലായ്ക്കും വന്ദനം പറയുക. അപ്പം പ്രിസ്കായെയും അക്വിലായെ കുറിച്ച് നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 18-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. ഇവിടെ യേശുക്രിസ്തുവിൽ എൻ്റെ സഹപ്രവർത്തകരായ പ്രിസ്കായ്ക്കും, പ്രിസ്ക സ്ത്രീയാണ്, അവളുടെ ഭർത്താവാണ് അക്വില. 18-26 അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ പ്രിസ്കായാണ് അപ്പോളോസ് വലിയ സുവിശേഷ പ്രഘോഷകനാണ്. അപ്പോളോസിനെ കർത്താവിൻ്റെ മാർഗം കൃത്യമായിട്ട് പഠിപ്പിച്ചു എന്ന് പറയുന്നൊരു കാര്യം. എന്ന് പറഞ്ഞാൽ തിയോളജി അപ്പോളോസിനെ പഠിപ്പിച്ച് ശരിയായ വിധത്തിൽ പഠിപ്പിച്ചത് പ്രിസ്കായാണ്. അത്രമാത്രം ഒരു പ്രാധാന്യം ഈ സ്ത്രീകൾക്ക് സഭയിലുണ്ടായിരുന്നു. ഇനി സമയമായെങ്കിൽ നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം, കാരണം തുടർന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതിൽ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മൾ ഈ എപ്പിസോഡിൽ സ്ത്രീകളെ ഉള്ള സമീപനം, പുതിയ നിയമത്തിൽ സാമൂഹ്യ ദർശനത്തിൽ, ക്രിസ്തുവിൻ്റെ ദർശനത്തിൽ സ്ത്രീകളോടുള്ള സമീപനം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ കാണുകയായിരുന്നു. നമ്മൾ പല സുവിശേഷങ്ങളിലൂടെയും അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെയെല്ലാം നമ്മൾ ആ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇന്ന് ഈ കാര്യങ്ങളെല്ലാം നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചോദ്യങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ബൈബിളിലെ സാമൂഹ്യ ദർശനം, വിറ്റ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.